ഹലോ ഗൈസ്, ഞാനൊരു സംഭവം കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് നോക്കി. മനസ്സിലായില്ലല്ലോ, കാണിച്ചു തരാം. വേറെ ഗ്രഹങ്ങളിലേക്കൊന്നും ആരും പോകണ്ട കേട്ടോ. നമ്മുടെ ഫാമിലി ഒരു പാത്രത്തിൽ ആൽഗെ പിടിച്ചിരിക്കുന്നതാണ് ഹൾക്ക്. എന്തായാലും തുടങ്ങിയതല്ലേ, ഇനി കുറച്ച് ഫാമിലി വിശേഷങ്ങളും കണ്ടിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള ആമ്പൽ ചെടികൾ കണ്ട, ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നറിയോ? ദേ ഈ ഒരു കിഴങ്ങിൽ നിന്നാണ് കേട്ടാ. ഇതെന്താണെന്നല്ലേ, ഇത് നമ്മുടെ ആമ്പൽ ചെടിയുടെ അടിയിൽ ഉണ്ടാവുന്ന ഒരു വിത്താണ്, അതിൻ്റെ കിഴങ്ങെന്ന് പറയും. അത് നമ്മളിങ്ങനെ പറിച്ച് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികളുണ്ടാവും. അത് പറിച്ച് നട്ടിട്ടാണ് കേട്ടോ അവൾ പുതിയ ചെടികൾ ഉണ്ടാക്കുക. അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു എഗ് ലോഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രിമ്പിനെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വഴിയുടെ അടിയിൽ ഒരുപാട് മുട്ടകൾ കണ്ട. ദേ ഈ ഒരു പോണ്ട് കണ്ട, ഇതിൻ്റെ അടിയിൽ ഞാനിപ്പോൾ അതിൽ നിന്ന് പൊട്ടിച്ച് വെച്ചിട്ടുള്ളൊരു തയ്യാറുണ്ടായി. ഇത് ഇനി ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പോൾ ഇതിൽ പുതിയ പൂക്കൾ ഉണ്ടാവും. ദേ ഈ കാണുന്ന പോലെ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇങ്ങനത്തെ നല്ല അടിപൊളി ആമ്പലക്കുളങ്ങളിൽ ഇത് ഇതുപോലത്തെ നല്ല കുറച്ച് മോളീസിനെ അല്ലെങ്കിൽ ഗപ്പീനെ കിട്ടി കഴിഞ്ഞാൽ അതിനും അതിമനോഹരമായി മാറുണ്ടാ. അവിടെ ഞാൻ നേരെ പോയത് നമ്മുടെ കോഴിപ്പോണ്ടിലേക്കാണ്. കുറച്ച് വെള്ളം എടുത്തിട്ടതും എല്ലാവരും തീറ്റാന്ന് ചോദിച്ചിട്ട് ഓടി വരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക്. ഇവരുടെ ഈ ഒരു ആക്രാന്തം കണ്ടിട്ട് ഞാൻ ഇവരെ പട്ടിണിക്കിടാന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുതിട്ടാ. 2-3 നേരമൊക്കെ ഫീഡ് ചെയ്തിട്ട് പിന്നെയുള്ള ആർത്തിയാണ് നിങ്ങൾ ഈ കാണുന്നത്. പക്ഷെ എന്തോ ഇവർക്ക് ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ അത് വേറെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ പിടി തീറ്റ എടുത്ത് വന്നിട്ട് ഇവരെ പോണ്ടിലിടും. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മുടെ ഫാമിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അച്ഛനൊക്കെ അവിടെ ഫാമിൻ്റെ ഉള്ളിൽ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മതേ കുറച്ച് മീനുകളൊക്കെ മുറിച്ച് നമ്മുടെ പുതിയ മോൺസ്റ്റർ ഫിഷുകൾക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരു മീൻ എടുത്തിട്ട് നമ്മുടെ മൗസിക്ക് മഴപ്പിക്കാൻ കൊടുത്തു. ഭയങ്കര കൊതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊതിയനാണ് കേട്ടോ. ഈ മീനൊക്കെ തിന്നാൻ വേണ്ടി നടക്കുകയാണ്. പക്ഷെ പച്ചമീൻ നമ്മുടെ നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറില്ല കേട്ടോ. എന്നാലും ആള് എന്നും അമ്മയുടെ പിന്നാലെ ഉണ്ടായിരിക്കും ഇതുപോലെ മീനും കൊണ്ടുപോവുകയാണെങ്കിൽ. അമ്മ കൊടുത്ത മീനും കഴിച്ച് വയറ് നിറഞ്ഞിരിക്കണ ഒരാളെയാട്ടോ നിങ്ങളെ കാണുന്നത്. നമ്മുടെ മൗസിയാണെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു ചോദിച്ചിട്ട് നിൽക്കുകയാണ്. എടാ മാറി, നിന്നോട് ഞാനൊരു കുഞ്ഞി കഷ്ണം മീനല്ലോടെ ചോദിച്ചുള്ളൂ, അതുപോലും നീ എനിക്ക് തന്നില്ലല്ലോ. എന്നിട്ട് അവൻ കൊഞ്ചിക്കാൻ വന്നിരിക്കുക. പിന്നെ ചൊറിയുമ്പോ നല്ല സുഖമുള്ളതുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിനക്ക് എപ്പോഴത്തെ പോയാനെന്നറിയോ? പട്ടി വില പോലും തരില്ല എന്നോ എനിക്ക്. പട്ടി വില പോലും. അയ്യോ, ഒന്നര തിന്ന് തീരാറായി. കയ്യിന്ന് വഴുതിയെങ്കിലും ഒരു മീൻ കഷ്ണം നേരത്തെ വീണാ മതിയായിരുന്നു. മൗസിയുടെ കൊതി എന്തായാലും ഈ അടുത്തൊന്നും തീരില്ല കേട്ടോ. അതുകൊണ്ട് ഇനി പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.